ഏറ്റവും അഭിമന്യ യുഹനന്മാർ പോളികാർപ്പസ് തിരുമേനി, ആദരണീയനായ മത്തായിടേനാൽ കോർപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട ഏലിയാസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ബിജു ആൻഡ്രൂസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സി എ പൗലോസ്, ഇന്ന് നമ്മൾ ആദരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ സക്കറിയാച്ചൻ, ശ്രീ സുനിൽ മാത്യു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ആദരണീയരായ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ, വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, സക്കറിയാച്ചനെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛൻ്റെ സുദീർഘങ്ങളായ ലേഖനങ്ങൾ മുഖാന്തരമാണ് എനിക്ക് അച്ഛനെ പരിചയം. അച്ഛൻ എനിക്ക് ഇടുക്കി ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷയിലെത്തിയ സമയം മുതൽ ചില കത്തുകൾ എഴുതിയിട്ടുണ്ട്. അത് 3-4 പേജൊക്കെ ഉള്ള കത്തുകളാണ്. എനിക്ക് ആദ്യം ഇത് പിടുത്തം കിട്ടിയില്ല, ഇത്രയും ദീർഘമായി ആരാണ് കത്തുകൾ എഴുതുന്നത്. പക്ഷെ കത്തുകളൊക്കെ വായിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ലാവണ്യമുണ്ട്. ആ കത്തുകൾക്കൊരു സ്പിരിറ്റുണ്ട്. അതിൽ സഭ നേടിച്ചു നിൽപ്പുണ്ട്. മനുഷ്യരോടുള്ള നിസ്സീമമായ സ്നേഹം തുടിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ വളരെ സജീവത്വം തുളുമ്പുന്ന കുറെ അക്ഷരക്കൂട്ടുകളിലൂടെയാണ് ആദ്യമായി സക്കറിയാച്ചനെ പരിചയപ്പെടുന്നത്. ഇടുക്കിയിലെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പഴയകാല വൈദികരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുകയും പലരോടും ആരാഞ്ഞറിയുകയും ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ഞാൻ ആദ്യം കേട്ടത് ഇവിടെ ഇരിക്കുന്ന കോർപ്പിസ്കോപ്പ അച്ഛൻ, ജേക്കബ് കോർപ്പിസ്കോപ്പ അച്ഛനും കുര്യൻ കോർപ്പിസ്കോപ്പ അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളെ സെമിനാരിയിൽ കണ്ടെത്തി അയച്ച ആളാണ് സക്കറിയാച്ചൻ. ഏതായാലും സക്കറിയാച്ചന് ഇന്നയോളം ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. അച്ഛൻ കണ്ടെത്തിയതും തിരഞ്ഞെടുത്തതുമൊക്കെ ഇടുക്കി ഭദ്രാസനത്തിൽ ഏറ്റവും നന്നായി ശുശ്രൂഷിക്കാൻ തക്കവിധമുള്ള ആളുകളെയാണ്. അതൊരു ചെറിയ കാര്യമല്ല. ദൈവികമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുക എന്നുള്ളത് ദൈവാത്മാവുള്ള മനുഷ്യർക്ക് മാത്രം സാധ്യമാവുന്ന സംഗതിയാണ്. അത്തരത്തിൽ ദൈവാത്മാവുള്ള ഒരു മഹിതാചാര്യനായിട്ടാണ് ബഹുമാനപ്പെട്ട സക്കറിയാച്ചനെ ഈ കാലം അടയാളപ്പെടുത്തുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അച്ഛൻ അവസാനം വരുന്ന ആ പള്ളിയെക്കുറിച്ച്, പിച്ചാനിക്കാട് പള്ളിയെക്കുറിച്ച് അച്ഛൻ്റെ ഒരു ലേഖനം എനിക്ക് വന്നിരുന്നു. അവിടെയും അച്ഛൻ്റെ ആ പള്ളിയിലെ ജനങ്ങളോടുള്ള ഒരു സമർപ്പണം ഇത് എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയാൻ ആ കത്തിലും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവസാനം ഇവിടെ വരണമെന്ന് പറഞ്ഞ് എനിക്ക് അതിലും വലിയൊരു കത്തയച്ചിരുന്നു. എന്നോട് ജോർജ് റീസച്ചൻ പറയുകയും ചെയ്തു, നിർബന്ധമായിട്ടും പോകണം. പിന്നെ എനിക്ക് നാളെയും യാത്ര ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം വരണമോ വേണ്ടയോ ഒരു ചാഞ്ചല്യത്തിലായിരുന്നു. പിന്നെ അച്ഛൻ്റെ കത്തും ആ വരികളും അച്ഛൻ്റെ മുഖവും ഓർത്ത് വരാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുതന്നെയല്ല, ഇടുക്കിയിൽ ഞങ്ങളുടെ ഇത്ര അച്ഛന്മാർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ കടന്നു വരിക എന്ന് പറയുമ്പോൾ അച്ഛനോടുള്ള ഇടുക്കി മെത്രാസനത്തിൻ്റെ ആദരം, ഹൃദയാദരം, അത് ഈ സമയത്ത് ഇവിടെ സന്നിഹിതരായ വൈദികർ, ഞായറാഴ്ച ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ അച്ഛന്മാരും ഇവിടെ സന്നിഹിതരായനെ. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം വൈദിക യോഗത്തിൽ എല്ലാവർക്കും പോരണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഞായറാഴ്ച എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പള്ളികൾ പൂർണ്ണമായും വിട്ടുപോരാൻ പറ്റാത്തത് കൊണ്ട് പ്രതിനിധികളായി അച്ഛന്മാരിവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും പ്രിയപ്പെട്ട അച്ഛനെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ സമയത്ത് ഉപസംഹരിക്കുന്നു.